ഹലോ എവരിവൺ, ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഹോങ്കോങ്ങിലേക്ക് അപ്ലൈ ചെയ്ത നേഴ്സുമാർക്ക് ഇന്റർവ്യൂ കോള് വന്നു തുടങ്ങിയെന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഓൾറെഡി ട്രയൽ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്. ട്രയൽ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം കേട്ടോ. അതിനു മുമ്പ് നമുക്ക് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. ഇന്റർവ്യൂ കോള് വരാത്ത ആരും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തപ്പോൾ നമ്മൾക്ക് വന്ന കൺഫർമേഷൻ ലെറ്ററിൽ അവർ പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും ഇന്റർവ്യൂ കോളിന് വിളിക്കും. അതുകൊണ്ട് തന്നെ പേഷ്യൻസോടുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ, തീർച്ചയായിട്ടും നമ്മുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ. പിന്നെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള നേഴ്സുമാരെ നാളത്തെ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, കൂടുതലും മലയാളികൾ ആവാനാണ് സാധ്യത. കാരണം കുറെ മലയാളികൾ എന്നെ കോൺടാക്ട് ചെയ്തു. ഓൾറെഡി അവർക്ക് ഇന്റർവ്യൂ കോൾ വന്ന കാര്യങ്ങളും ട്രയൽ ഇന്റർവ്യൂ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ. ഞാൻ ഉറപ്പ് പറയാനുള്ള കാര്യം, ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം 2.5 ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്, മലയാളികള്. അതിലൊരു 5% ആപ്ലിക്കേഷൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തവരാണ്. ഇനി സബ്മിറ്റ് ചെയ്യാനുള്ളവരും ഉണ്ട്. പിന്നെ ദിനംപ്രതി ഒരുപാട് പേരിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, സബ്മിറ്റ് ചെയ്തവരും ചെയ്യാനിരിക്കുന്നവരൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് മലയാളികളാവാനുള്ള സാധ്യതകളാണ്. കാരണം ഈ അമെൻമെന്റ് ബില്ല് പാസ്സായപ്പോൾ ഞാൻ ഒരുപാട് തവണ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. കാരണം നമുക്കറിയാം, ഒരുപാട് പേര് ഇങ്ങനെ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അവർക്കൊരു പ്രയോജനം ആകട്ടെ എന്ന് കരുതി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം കുറെ പേര് എന്നെ കോണ്ടാക്ട് ചെയ്തു, അവരുടെ അനുഭവങ്ങൾ എന്നോട് ഷെയർ ചെയ്തു. അവരൊക്കെ പറഞ്ഞത് കുറെ സ്വപ്നങ്ങളുമായിട്ടാണ് അവർ നേഴ്സിംഗ് കരിയർ തെരഞ്ഞെടുത്തത്. പക്ഷെ ഇപ്പൊ നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് തുച്ഛമായ വേതനമാണ് കിട്ടുന്നത്. കുറെ ദിവസങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടി ചെയ്യണം, ലീവ് കുറവാണ്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവർ പറയുന്നു. വേതനമാണ് മെയിൻ പ്രശ്നം. പിന്നെ കുറെ പേരെന്നെ കോണ്ടാക്ട് ചെയ്യുന്നവര് വിദേശത്തേക്ക് പോകാനുള്ള സ്വപ്നങ്ങളുമായിട്ടാണ് നേഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. പക്ഷേ OETയും IELTS ഒക്കെ ഭയങ്കര ടഫ് ആയതുകൊണ്ട്, ഇംഗ്ലീഷ് അറിയാമെങ്കിലും ഫ്ലുവൻ്റ് ആണെങ്കിൽ പോലും ചില സമയങ്ങളിൽ IELTS OET ഒന്നും പാസ്സാവാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു വലിയ പ്രതീക്ഷയാണ് ഹോങ്കോങ്ങിലേക്കുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാനിങ്ങനെ ഈ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ. അതുകൊണ്ട് അവരൊക്കെ എന്നെ സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇന്റർവ്യൂ കോള് വന്നവരും അതുപോലെ പാസ്സായിട്ടുണ്ടെങ്കിൽ അവരും, അതുപോലെ ട്രയൽ ഇന്റർവ്യൂ കഴിഞ്ഞവരൊക്കെ ദയവായി ഈ വീഡിയോയ്ക്ക് കമന്റുകളിലായിട്ട് അറിയിക്കുകയാണെങ്കിൽ കുറെ പേർക്ക് അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇന്റർവ്യൂ കോള് വന്ന എല്ലാവരും കമന്റ് ആയിട്ട് ഇടാൻ മറക്കരുത് കേട്ടോ. ഇപ്പോഴും എന്റെ പല വീഡിയോയിലും കുറെ കമന്റ്സുകൾ വരുന്നുണ്ട്, ചേച്ചി ഈ 4 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ സാലറി ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? പിന്നെ കുറെ പേര് പറയുന്നത്, കുറെ നെഗറ്റീവ് കമന്റ്സുകളും വരുന്നുണ്ട്, ഇതൊക്കെ ഫേക്ക് ആണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ പേര് പറയുന്നുണ്ട് ഇതൊക്കെ ഫേക്ക് ആണ്, അത്രയും ലക്ഷം സാലറി ഒക്കെ ഉണ്ടോന്ന്. ഞാൻ ഹോങ്കോങ്ങിൽ താമസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളും എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാറില്ല. വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാറുള്ളത് കേട്ടോ. ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോഴും എൻട്രി ചെയ്യുമ്പോഴൊക്കെ കുറേ ഡൗട്ടുകൾ ആൾക്കാർക്ക് വരാറുണ്ട്. അവരൊക്കെ എന്നെ ഇൻസ്റ്റഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. എൻ്റെ സമയം പോലെ എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് ഒരു 95% ആളുകൾക്ക് ഞാൻ റിപ്ലൈ കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം പാസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ട്രയൽ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നുള്ള ഡീറ്റെയിൽസ് പറയാം. ട്രയൽ ഇന്റർവ്യൂ നടത്തിയപ്പോൾ ഒരു ലേഡി ആയിരുന്നു. അവർ നിങ്ങളുടെ ക്യാമറ കറക്റ്റായിട്ട് വെക്കാൻ പറഞ്ഞു, നിങ്ങളുടെ ഫേസ് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു, റൂമിൽ നോയ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, അതായത് ഇന്റർവ്യൂവിന് തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും റൂമിൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ അവരോട് പറഞ്ഞു നിങ്ങളുടെ പാസ്പോർട്ട് ക്യാമറയിൽ കാണിക്കാൻ പറഞ്ഞു. അവരങ്ങനെ വെരിഫൈ ചെയ്തു. സൂം ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് മെയിനായിട്ട് ക്യാമറയിൽ തന്നെ ഫോക്കസ് ചെയ്യണം, മറ്റുള്ള ഒരു തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ അവർ പ്രത്യേകം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരോട് പറഞ്ഞു മെയിൻ ഇന്റർവ്യൂവിൽ ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാവും, അതിനർത്ഥം 1ലധികം പേരായിരിക്കും നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നതെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പ്രിപ്പയർ ആയിട്ട് തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം ഇതിപ്പോ 1ാം ഘട്ടം ഇന്റർവ്യൂ ആണ് നടക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ക്ഷമയോടുകൂടി തന്നെ വെയിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ മെയിൽ അയക്കും, ഇന്ന ദിവസം സൂം ഇന്റർവ്യൂ ആണെന്ന്. ആ ദിവസം നിങ്ങൾ ഓക്കെ ആണെന്നും ടൈം ഒക്കെ ഓക്കെ ആണോ എന്ന് ചോദിക്കും.
അപ്പോൾ ഓക്കെ ആണെങ്കിൽ അവർ 2 ദിവസത്തിനുള്ളിൽ ട്രയൽ ഇൻ്റർവ്യൂ നടത്തും. എനിക്കൊന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവരുടെ സൂം ഇൻ്റർവ്യൂ അവർ ഫിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷമയോട് കൂടി തന്നെ വെയിറ്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പകുതിയാക്കി വെച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ, അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ പകുതി ഭാഗം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി എക്സ്പെൻസ്, അതുപോലെ തന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, റെന്റ്, ടാക്സ്, പിന്നെ ഇവിടെ ഹോങ്കോങ് എങ്ങനെയാണ്, മലയാളികൾക്ക് നല്ലതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളോട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഇതിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇടാതെ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ന്യൂസുകൾ കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ വഴി നിങ്ങളെ അറിയിക്കുന്നതാണ്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. അതിലെനിക്ക് കുറച്ചുകൂടി നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ഇൻഫർമേഷൻസും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.